അങ്ങനെ നമ്മൾ കാണുന്നത് ലിന്നിനെയും നീസിയെയുമാണ്. ലിന്നിപ്പോ അവന്റെ ഇഷ്ടം നീസിയോട് തുറന്നു പറഞ്ഞ ശേഷം അവളാകട്ടെ അവനെ കഴിവതും അവോയ്ഡ് ചെയ്തൊക്കെ നിൽക്കുകയും ആ ഒരു ഇഷ്ടം അക്സെപ്റ്റ് ചെയ്ത് കണക്ക് പെരുമാറുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. എന്തായാലും അവനാകട്ടെ ഓഫീസിൽ വെച്ച് അവളെ കൂടുതൽ ഇംപ്രസ് ചെയ്യാനൊക്കെ നോക്കി അതിന് വെറുതെ ഒരു ഗോസിപ്പിന് ഇട കൊടുക്കണ്ടെന്ന് കരുതി ഒരു അവസരം കിട്ടുമ്പോൾ അത് ഉപയോഗിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായി ലിൻ പേഴ്സണലി ആ ഒരു വർക്ക് നടക്കാൻ പോകുന്ന ഫാക്ടറി ഇൻസ്പെക്ട് ചെയ്യാനായി പോകുമ്പോൾ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഒരു വർക്കിൽ ഇടപെടേണ്ട കാര്യം നീസിക്കില്ലെങ്കിലും നീസിയെയും മറ്റൊരു സ്റ്റാഫിനെയും കൂടി ലിൻ കൂടെ കൂട്ടുന്നുണ്ട്. നീസി, ഞാൻ വരേണ്ട ആവശ്യമുണ്ടോ എന്ന് ലിന്നിനോട് ചോദിക്കുമ്പോൾ എന്തായാലും നീ വരണം, എനിക്ക് നിന്നെ ഇംപ്രസ് ചെയ്യാനായി ഇങ്ങനെയൊക്കെ കുറച്ച് സമയം കിട്ടാൻ വേണ്ടിയാ ഞാൻ അത് പ്ലാൻ ചെയ്യുന്നത്, കമ്പനിയിൽ വെച്ച് അത് ശരിയാവില്ലല്ലോ എന്നെല്ലാം അവൻ പറയുമ്പോൾ അവൾ ചിരിക്കുന്നുണ്ട്. എന്തായാലും തന്നെ ഇംപ്രസ് ചെയ്യാനായി കിട്ടുന്ന ചാൻസ് ഒന്നും തന്നെ ലിൻ കളയുന്നില്ലെന്ന് മനസ്സിലാക്കുന്ന നീസി അന്ന് ലിന്നിന് WeChatലെ കീപ് ഇറ്റ് അപ്പ് എന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്. ആ മെസ്സേജ് കാണുന്ന അവൻ വേഗം തന്നെ എന്തുദ്ദേശിച്ചെന്ന് അവൾക്ക് റിപ്ലൈ അയക്കുമ്പോൾ ഒന്നുമില്ല, അറിയാതെ വന്ന മെസ്സേജ് ആണെന്ന് അവൾ ഉരുണ്ട് കളിക്കുന്നുണ്ടെങ്കിലും എനിക്ക് മനസ്സിലായി, അപ്പൊ ഞാൻ ട്രൈ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടാകുമല്ലേ എന്ന് പറഞ്ഞ് അവൻ റിപ്ലൈ അയക്കുമ്പോൾ അവൾ അത് കണ്ട് ചിരിക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ അടുത്ത ദിവസം ജോലി സംബന്ധമായി ഒരു യാത്ര പുറപ്പെടുകയാണ് ലിന്നും നീസിയും മറ്റ് 2-3 സ്റ്റാഫ്സും കൂടി. നീസിക്കാകട്ടെ ഫ്ലൈറ്റ് യാത്ര വളരെ പേടിയാണല്ലോ. എന്തായാലും അവൾ ആ പേടി ലിന്നിന്റെ മുന്നിൽ കാണിക്കാതെ മാക്സിമം ബലമായി നിൽക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ അതിനുശേഷം അവർ ആ ഒരു ജോലി സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോഴും ഒക്കെ തന്നെ നീസിയും ലിന്നും പഴയതിലും കുറച്ച് ഇൻഫോർമലായി അടുത്ത് മിണ്ടുന്നൊക്കെയുണ്ട്. ഇത് കൂടെയുള്ള സ്റ്റാഫ്സ് ശ്രദ്ധിക്കുന്നു, നൈസായി ചിരിക്കുന്നു ഒക്കെയുണ്ട്. അങ്ങനെ ആ ഒരു ഹെക്ടിക് വർക്ക് ഡേക്ക് ശേഷം അവർ റെസ്റ്റ് ചെയ്യാനായി അവിടെ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ റൂമിലേക്ക് എത്തുമ്പോഴേക്കും നീസിക്ക് ലിന്നിനെ കാണാൻ പറ്റാത്തതിന്റെ ഭയങ്കര സങ്കടം. അവൾ ലിന്നിനോട് ഒന്ന് പുറത്തു പോകാൻ വാന്ന് പറഞ്ഞ് മെസ്സേജ് അങ്ങനെ അവൾ കൂടെയുള്ള റൂംമേറ്റ് ലേഡിയോട് പുറത്തു പോവാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുന്നു. നീസിയായിട്ട് വളരെ ക്യൂട്ടായി തലയുടെ സൈഡിൽ ഒരു സ്ലൈഡ് ഒക്കെ കുത്തിയാണ് ലിൻ വെയിറ്റ് ചെയ്യുന്നിടത്തേക്ക് വരുന്നത്. അവളുടെ വരവ് കാണുമ്പോഴേ അവന് നല്ല രസം തോന്നുന്നുണ്ട്, നല്ല ക്യൂട്ടായി വരുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെ അവനെയും കൂട്ടി അവൾ പോകുന്നത് അവൾക്ക് ഒരു പുതിയ ഫോൺ വാങ്ങാനായിട്ടാണ്. പഴയ ഫോണിലെ ഡേറ്റ പുതിയ ഫോണിലേക്ക് മാറ്റാനായി ആ സ്റ്റാഫ് ഫോൺ ചോദിക്കുമ്പോൾ കോൺടാക്ട് മാത്രം മാറ്റിയാൽ മതി എന്ന് പറഞ്ഞ് നീസിയുടെ മുഖം പെട്ടെന്ന് വാടുന്നത് ലിൻ കാണുന്നുണ്ട്. ഒരു പക്ഷെ സ്വാങ്ങിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ പഴയ ഫോട്ടോ പുതിയ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വരണ്ട എന്ന് കരുതിയാകാം അവൾ അങ്ങനെ പറയുന്നത്. അതിനൊക്കെ ശേഷം തിരിച്ച് റൂമിലേക്ക് എത്തുന്ന അവൾ റൂമിൽ കൂടെ ഉണ്ടായിരുന്ന ലേഡിക്ക് വേണ്ടി അവിടെ നിന്ന് കുറച്ച് ലോക്കൽ ഫുഡും വാങ്ങിച്ചുകൊണ്ടാണ് വരുന്നത്. ഇത് വാങ്ങിക്കാനാണോ പോയതെന്ന് അവർ ചോദിക്കുമ്പോൾ അല്ല, ഞാൻ ലിന്നിന്റെ കൂടെ എന്നിങ്ങനെ പറയുന്നവൾ പെട്ടെന്ന് അത് നിർത്തുമ്പോഴേക്കും ആ സ്റ്റാഫ് ആകട്ടെ ലിന്നും നീസിയും പ്രണയത്തിലാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇത് ഓൾറെഡി മനസ്സിലായി എന്ന് പറയുന്നവർ, ഞാൻ മുന്നേ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ എനിക്കിതുപോലെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ പിന്നീട് ഓഫീസിലെ ചില പൊളിറ്റിക്സിന്റെ ഇടയിലൊക്കെ പെട്ട് എനിക്ക് അവിടുന്ന് മാറേണ്ടി വന്നു. എന്റെ കരിയറും എന്റെ പേഴ്സണൽ ലൈഫും എല്ലാം അവിടെ എടുത്തിട്ട് ആകെ പടക്കുളമായപ്പോഴാണ് ഞാൻ അവിടുത്തെ ജോലി ഫോഴ്സ്ഫുള്ളി റിസൈൻ ചെയ്ത് ഇവിടേക്ക് വന്നത്. അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കണമെന്നൊക്കെ. ഓഫീസ് പ്രണയം പലപ്പോഴും പ്രശ്നമാവാൻ സാധ്യതയുണ്ടെന്ന് അവർ ഉപദേശിക്കുമ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കുന്നു പറയുന്ന നീസി പെട്ടെന്ന് മറ്റൊരു കാര്യം പറയുന്നുണ്ട്. അല്ല, അങ്ങനെ പറയാൻ മാത്രം ഞാനും ലിന്നും തമ്മിൽ വലിയ റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല എന്ന രീതിക്ക്. ഒപ്പം തന്നെ ആക്ച്വലി ഇത് അവൾക്കും കൂടി അവകാശമുള്ള ഒരു കമ്പനിയാണല്ലോ, അച്ഛന്റെ കമ്പനിയല്ലേ. പക്ഷെ അതൊന്നും ഇവർക്കൊന്നും അറിയില്ല, ഇന്ന ആളുടെ മകളാണ് ഈ നീസി എന്ന കാര്യം. ഇവളാകട്ടെ ഈ ഓഫീസിൽ അങ്ങനെ ജൂനിയർ എംപ്ലോയീസിന് സീനിയേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ചുമ്മാ പ്രശ്നം ഉണ്ടാവാൻ ഞാൻ അനുവദിക്കില്ല എന്നും കൂടി പറയുമ്പോൾ അത് കേൾക്കുന്നവർ ഇവളെന്ത് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്, ഇവൾ ഒരു ജൂനിയർ എംപ്ലോയി ആയിട്ടും ഒരു പ്രൊട്ടക്റ്റീവ് ബോസിനെ കണക്ക് എന്തെങ്കിലും സംസാരിക്കുന്നതെന്ന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസമായിട്ട് ഇവർ ഇവിടുത്തെ വർക്കൊക്കെ കഴിഞ്ഞാൽ തിരിച്ചു പോകേണ്ടതാണ്. പക്ഷെ നീസിക്ക് ഫ്ലൈറ്റ് യാത്ര പേടിയാണ്, അതുകൊണ്ട് ഞാൻ നീസിയും സെപ്പറേറ്റ് ആയിട്ട് ട്രെയിനിൽ വന്നോളാന്ന് പറഞ്ഞ് കൂടെ വന്നവരെ ലിൻ പറഞ്ഞു വിടുന്നു. അപ്പോഴേക്കും നീസി ആട്ടെ നമുക്ക് ട്രെയിനിൽ പോകണ്ട, ഫ്ലൈറ്റിൽ തന്നെ പോകാം, ഇങ്ങനെ ഒഴിഞ്ഞു മാറിയ എന്റെ ഫ്ലൈറ്റ് യാത്ര ചെയ്യാനുള്ള പേടി എങ്ങനെ മാറുന്നു ചോദിക്കുമ്പോൾ അപ്പോൾ നീ എന്താ അവരുള്ളപ്പോൾ പറയുന്നത്, ഒന്നിച്ച് പോകാറുന്നല്ലോ എന്ന് ലിൻ പറയുമ്പോൾ വേണ്ട, നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പോകാം, കുറച്ചു നേരം കറങ്ങി നടന്ന് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നമുക്ക് പോകാമെന്ന് അവൾ പറയുന്നത് കേട്ട് അവൻ ഹാപ്പി ആവുന്നുണ്ട്. അവൾ ഇതുവരെ ഓപ്പൺ ആയിട്ട് അവനോട് അവൻ പ്രപ്പോസ് ചെയ്തതിന് എസ് പറഞ്ഞിട്ടില്ലെങ്കിലും ഇതൊക്കെ തന്നോട് എസ് പറയാനുള്ള സൂചനയായി അവൻ വളരെ ഹാപ്പി ആവുന്നു. അങ്ങനെ അവർ കറങ്ങി നടക്കാനായി പോകുമ്പോൾ ആദ്യം തന്നെ രണ്ടുപേരും കൂടി ഫോൺ കേസ് മേടിക്കാനായി പോകുന്നുണ്ട്. ഇത് അവരുടെ ഒരു ഡേറ്റ് ആണെന്ന് പറയാം. ഐശ്വര്യമായി രണ്ടുപേരും ഫോൺ കേസ് മേടിച്ച് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രണ്ടുപേരും സെയിം അല്ല, പക്ഷെ അവരുടെ ഫേവറേറ്റ് ആയ ചില കാർട്ടൂൺ കഥാപാത്രങ്ങളെ റിസംബിൾ ചെയ്യുന്ന കേസുകളാണ് മേടിക്കുന്നത്. ലിന്നിനെ സംബന്ധിച്ച് ഒരു ഫണ്ണി ആയിട്ടുള്ള കേസായിരുന്നു അവൻ മേടിച്ചത്. അവൻ ആ ഒരു കേസുമായി എവിടെ പോയാലും കാണുന്നവരൊക്കെ അവന് ഒരുമാതിരി നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. നീസിക്കും അത് കണ്ട് ചിരി വരുമ്പോൾ ഇതെനിക്ക് കൊച്ചിലെ മുതൽ ഇഷ്ടമുള്ള ഒരു കഥാപാത്രം, അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ലാന്ന് എല്ലാവരും തന്നെ കളിയാക്കുന്നതിനെ പറ്റി ലിന്നും പറയുന്നു. എന്തായാലും ഒത്തിരി സ്ഥലങ്ങൾ കറങ്ങി നടന്നും ഇഷ്ടംപോലെ ഫുഡ് കഴിച്ചു. അതിന്റെ ഇടയിൽ അവരായിട്ട് ഇവിടെ ഒരു ജോലി സംബന്ധമായ ആവശ്യത്തിനാണല്ലോ വന്നത്, ഒരു ഗ്ലാസ് ഫാക്ടറി വിസിറ്റ് ചെയ്യാനേ. അവിടെ വീണ്ടും പോയി മുന്നേ കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളൊന്ന് റീചെക്ക് ചെയ്ത് വീണ്ടും കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്യാനൊക്കെ നീസി ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഓരോന്നും ചെയ്യുമ്പോൾ ലിന്നും അത് കണ്ട് അവൾ വളരെ നന്നായി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഹാപ്പി ആവുന്നുണ്ട്. പിന്നെ കുറേ നേരം ഒന്നിച്ച് ചെലവഴിച്ച് രണ്ടുപേരും ലേറ്റ് നൈറ്റ് ആണ് റൂമിലേക്ക് തിരിച്ചു പോകുന്നത്. അടുത്ത ദിവസം രാവിലെ എണ്ണിക്കണം, നമുക്ക് ഫ്ലൈറ്റിൽ പോകേണ്ടതാണെന്ന് പ്രത്യേകമായി അവൻ അവളെ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എയർപോർട്ടിൽ എത്തിയ ശേഷം അവൻ ഒരു കുഞ്ഞു സർപ്രൈസ് അവൾക്ക് നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വേറെ ഷോപ്പിങ്ങിന് പോയപ്പോൾ ഇതുവരെ അവർ ട്രൈ ചെയ്തിട്ടില്ലാത്ത അവിടുത്തെ കുറേ ലോക്കൽ സ്നാക്സ് കുറച്ച് വീതം ലിൻ മേടിച്ചിട്ട് അതൊരു ബോക്സ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്ലൈറ്റ് യാത്രക്കിടയിൽ ടർബുലൻസ് ഉണ്ടാവുന്ന സമയത്ത് നീസി വല്ലാണ്ട് പേടിക്കുമല്ലോ, അപ്പോൾ അവളുടെ ആ ഒരു
ആൻസൈറ്റി കൺട്രോൾ ചെയ്യാനായി ഇതൊക്കെ അവൾക്ക് കഴിക്കാനായി കൊടുത്ത് അവളെ ഡിസ്ട്രാക്ട് ചെയ്ത് അങ്ങനെ മൂഡ് മാറ്റിയെടുക്കാമെന്നാണ് അവൻ പ്ലാൻ ചെയ്തിരുന്നത്. എന്തായാലും ഫ്ലൈറ്റ് യാത്രക്കിടയിലാകട്ടെ പെട്ടെന്ന് അവൾ ഇടയ്ക്കൊന്ന് പേടിച്ച് അവന്റെ കൈയൊക്കെ പിടിക്കുന്നുണ്ട്. അത് അവന് ഒരുപാട് ഹാപ്പി ആയ ഒരു മൊമെന്റ് ആയിരുന്നെങ്കിലും അവൾക്ക് ഒരു ചെറിയ ചമ്മലൊക്കെ അതിനുശേഷം ഉണ്ടാവുന്നു. തുടർന്ന് ഫ്ലൈറ്റ് സേഫായി ലാൻഡ് ചെയ്ത് അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മേടിച്ച സ്നാക്സ് എല്ലാം ഒന്നും തീർന്നിട്ടുണ്ടായിരുന്നില്ല. ബാക്കി സ്നാക്സ് ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്തോ. ട്രിപ്പ് പോയിട്ട് വന്നപ്പോൾ അവർക്ക് കൊണ്ടുവന്നാണെന്നും പറഞ്ഞു കൊടുക്കാന്ന് പറയുന്ന ടീം അവൾ അത് കേട്ട് ചിരിക്കുന്നുണ്ട്. എന്തായാലും തിരിച്ച് റൂമിലേക്ക് പോകും മുന്നേ അവൾ എനിക്കൊരു സ്ഥലം വരെ പോകണമെന്നും പറഞ്ഞു അന്ന് ഇവൾ വന്ന് പ്രാർത്ഥിച്ച ടെമ്പിളില്ലേ, അത് ഈ എയർപോർട്ടിനടുത്താണ്, അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം നല്ലൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് മടങ്ങി വരുന്നു. അവൾ പ്രാർത്ഥിക്കുന്നത് മറ്റൊന്നും അല്ല, ഇവിടെ വെച്ചാണല്ലോ ലിൻ തന്റെ ലൈഫിൽ നിന്ന് എങ്ങനെയും ഡിസപ്പിയർ ആവണം, ലിന്നിന് എന്തെങ്കിലും അപകടം പറ്റണം എന്നൊക്കെ പ്രാർത്ഥിച്ച് പിന്നീട് ലിന്നിന് അപകടം പറ്റിയത്. ഇപ്പോൾ അവൾ വന്ന് പ്രാർത്ഥിക്കുന്നത് ലിന്നിന് അപകടം ഒന്നും പറ്റരുത്, ലിൻ സേഫായി ഹാപ്പിയായി തന്റെ ലൈഫിൽ ഉണ്ടാകണമെന്നാണ്. അവൾ അങ്ങനെ പ്രാർത്ഥിച്ച് മടങ്ങി എത്തുമ്പോഴേക്കും എന്താ പ്രാർത്ഥിച്ചതെന്ന് അവൻ ചോദിക്കുമ്പോൾ അതങ്ങനെ പറയാൻ പറ്റുമോ, പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന എങ്ങനെ ഫലിക്കാന്ന് അവൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ ജസ്റ്റ് ഒരു സ്പെഷ്യൽ പ്രെയർ അത്രമാത്രം അറിഞ്ഞിരുന്നാൽ മതി എന്ന് പറയുന്നവൾ വരാൻ പോകുന്ന കമ്പനി ആനുവൽ പാർട്ടിക്ക് എനിക്ക് നല്ലൊരു പ്രൈസ് തന്നെ വേണമെന്നും അവനോട് ഓർമ്മപ്പെടുത്തുന്നു. കാരണം അവളിപ്പോ കമ്പനിക്ക് വേണ്ടി കുറെ വർക്ക് ചെയ്തല്ലോ. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും സുവാങ് വർക്ക് ചെയ്യുന്ന ബാങ്കിൽ ഒരു കാര്യം നടക്കുന്നുണ്ട്. റിമാങ് എനർജി എന്ന ഒരു കമ്പനിക്ക് ലോൺ കൊടുക്കുന്നതിന്റെ ഭാഗമായി ഒരു സ്റ്റഡി നടന്നപ്പോൾ ആ കമ്പനിക്ക് ഇപ്പൊ ലോൺ കൊടുത്താൽ ശരിയാവില്ല എന്ന് സുവാങ് പറഞ്ഞപ്പോൾ അവന്റെ കൊളീഗായ ക്രിസ് എന്ന ഒരു സ്റ്റാഫ് അതിനെ എതിർത്തിരുന്നു. പക്ഷെ അവർ തെറ്റായ രീതിയിൽ തയ്യാറാക്കി എടുത്ത ഡോക്യുമെന്റ്സ് കാണിച്ചാണ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനായി ശ്രമിക്കുന്നത് എന്നത് പ്രൂവ് ചെയ്ത് ആ ഒരു കമ്പനിക്ക് ലോൺ കൊടുത്ത് ബാങ്ക് വലിയൊരു പണി വാങ്ങി കൂട്ടുന്നതിൽ നിന്ന് സുവാങ് ബാങ്കിനെ രക്ഷപ്പെടുത്തുന്നു. തലനാട് ഇരക്കാണ് ആ ഒരു വലിയ അബദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് അവരെല്ലാവരും സുവാങ്ങിനെ പ്രശംസിക്കുന്നുണ്ട്, അവന്റെ ആ ഒരു നിരീക്ഷണത്തെ. അങ്ങനെ ബോസൊക്കെ അവനെ ഭയങ്കരമായി പ്രശംസിക്കുമ്പോൾ ക്രിസ് അവനോട് അവൾ മുന്നേ അവനെ പറ്റി മോശമായി സംസാരിച്ചതിന്റെ പേരിൽ ക്ഷമാപണം നടത്തുന്നുണ്ട്. കൂടാതെ അവൾക്ക് അവനോട് ഒരു ക്രഷ് തോന്നിയ കണക്കാണ് പിന്നീട് അവളുടെ നോട്ടവും ഭാവവും ഒക്കെ തന്നെ. തുടർന്ന് ഈ ഒരു നാരോ എസ്കേപ്പ് അവരൊന്ന് സെലിബ്രേറ്റ് ചെയ്യാനായി ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് ടീം ഒരു പ്രൈവറ്റ് ഡിന്നറിന് പോകുന്നു. ആ ഒരു ടീം സ്വാങ്ങിന് ഒരു ഫോൺ വരുന്നുണ്ട്. വിളിച്ചിരുന്നത് അവന്റെ അനിയൻ ഫേ ആണ്. ഫേ ഇവിടെ സ്വാങ് താമസിക്കുന്നിടത്തേക്ക് വിന്റർ ബ്രേക്കിൽ അവന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായി വന്നിട്ടുണ്ട്. എന്തായാലും അവനിങ്ങനെ ഫോണിൽ സംസാരിച്ച് വെക്കുമ്പോഴേക്കും ഇത് കേൾക്കുന്ന കൊളീഗ്സ് ആയിട്ട് ആരാ കൂടെ താമസിക്കുന്നത്, ഗേൾ ഫ്രണ്ട് ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ക്രിസിന്റെ മുഖം മാടുന്നുണ്ട്. പക്ഷെ ഗേൾ ഫ്രണ്ട് ഒന്നും അല്ല, എന്റെ അനിയനാണെന്ന് സ്വാങ് പറയുമ്പോഴാണ് അവൾക്ക് സമാധാനം ആവുന്നത്. എന്തായാലും ഫേ ആട്ടെ ഇവിടെ വരുമ്പോൾ സ്വാങ് പഴയ കണക്കല്ല, അവൻ ഭയങ്കര അപ്സെറ്റ് ആണ്, അത് നീസയുടെ കാര്യം കൊണ്ടാണെന്നൊക്കെ അനിയന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായി ലിന്നും നീസയും ഒക്കെ ഉള്ളപ്പോൾ കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ഒരു കാര്യം പറയുന്നുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് പേയ്മെന്റിൽ ഭയങ്കരമായ ഡിലേ വരുത്തുന്നുണ്ട്, അത് കമ്പനിയുടെ എക്സ്പാൻഷനൊക്കെ വല്ലാതെ ബാധിക്കുന്നുണ്ടെന്ന്. തന്റെ അച്ഛനാണ് ആ ഡിലേ വരുത്തുന്നതെന്ന് മനസ്സിലാക്കുന്ന നീസിക്ക് അത് ഭയങ്കര ഷെയിം ആവുന്നുണ്ട്. അവളെന്തായാലും പിന്നീട് കസിനായ ജിയാങ്ങിനെ വിളിച്ച് സംസാരിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. ഈ ഒരു കോർപ്പറേറ്റ് കാര്യങ്ങള് പേഴ്സണലി എടുത്ത് സങ്കടപ്പെടണ്ട, അച്ഛനല്ലേ ഡിലേ വരുത്തുന്നതാണ്, നീസി എന്തെടുക്കാനാണെന്നല്ല. ജിയാങ് അവളെ സമാധാനിപ്പിക്കുകയും എന്റെ വെക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്, നമ്മളിപ്പോ ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തില്ലേ, അത് സ്വിറ്റ്സർലൻഡിലേക്ക് പോകാന്നാ ആദ്യം നീസി പറഞ്ഞത്. ഇപ്പൊ അതെന്താ ആ ഒരു ചാങ്ബേ മൗണ്ടനിലേക്ക് മാറ്റിയതെന്ന്, അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ഹിൽ സ്റ്റേഷനിലേക്ക് പോകുന്നതിനെ പറ്റി നീസി ട്രിപ്പ് മാറ്റി എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ജിയാങ് ചോദിക്കുമ്പോൾ എനിക്ക് ലോക്കൽ ആയിട്ടുള്ള ക്വിസൈൻ ഒക്കെ കുറച്ച് എൻജോയ് ചെയ്യണമെന്ന് തോന്നിയെന്ന് അവൾ പറയുന്നുണ്ട്. അങ്ങനെ അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ച് ഇവർ കോള് കട്ടിയുമ്പോഴേക്കും ജിയാങ് ആകട്ടെ പിന്നീട് സ്വാങ്ങിന്റെ അനിയനായ ഫേ അവന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ അവനുമായി ചാറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ വെക്കേഷന് ഞാനും നീസിയും ഒക്കെ തന്നെ ചാങ്ബൈ മൗണ്ടനിലേക്കാണ് ട്രിപ്പ് പോകുന്നത് എന്നൊക്കെ പറയുന്നു. ഓൾറെഡി സ്വാങ് നീസിയുടെ കാര്യത്തിൽ ഡിസ്റ്റർബ്ഡ് ആണെന്ന് മനസ്സിലാക്കിയ അനിയൻ അത് മനസ്സിൽ ചില കാര്യങ്ങൾ വെച്ച് കണക്ക് കൂട്ടുകയും തുടർന്ന് സ്വാങ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ നമുക്കൊരു ട്രിപ്പ് പോയാലോ, ചാങ്ബൈ മൗണ്ടനിൽ ട്രിപ്പ് പോവാം, നല്ല രസമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അമ്മയും കൊണ്ടാണ് ഇവർ ട്രിപ്പ് പോകാനായി ഡിസ്കസ് ചെയ്യുന്നത്. അമ്മയ്ക്ക് അവിടുത്തെ തണുപ്പൊക്കെ ശരിയാവും എന്നൊക്കെ സ്വാങ് ചോദിക്കുമ്പോൾ സ്വാങ്ങിന്റെ ഇയർ എൻഡ് ബോണസ് എടുത്ത് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യാം. പിന്നെ അമ്മയുടെ ഹെൽത്ത് ഇപ്പോൾ ഇംപ്രൂവ് ആയിട്ടുണ്ട്, അമ്മയ്ക്ക് പിന്നെ ചൂടിനേക്കാളും തണുപ്പുള്ള സ്ഥലമായി ഇഷ്ടം, അതുകൊണ്ട് തന്നെ അവിടുത്തെ മഞ്ഞും കാര്യങ്ങളൊക്കെ അമ്മ എൻജോയ് ചെയ്യും, അമ്മയ്ക്കും അതൊരു രസമായിരിക്കുന്നില്ല ഫേ പറയുമ്പോൾ സ്വാങ് സമ്മതിക്കുന്നുണ്ട്. അവരങ്ങനെ അങ്ങോട്ടേക്ക് ഒരു ഫാമിലി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നു. സ്വാങ്ങിന്റെ മൈൻഡ് ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ ഇത് നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ വിളിക്കുന്നത്, അല്ലാതെ നീസി ഉണ്ട് എന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും സ്വാങ് സമ്മതിക്കുന്നു. അടുത്ത ദിവസം സ്വാങ് അങ്ങനെ ബാങ്കിലെ ജോലിക്ക് പോകുമ്പോൾ അവിടെ കൊളീഗ്സ് വരുന്ന ചൈനീസ് ന്യൂ ഇയർ വെക്കേഷന് നമുക്ക് കൊളീഗ്സിനായിട്ട് ഒരു ട്രിപ്പ് പോയാലോ എന്നൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഫാമിലിയുടെ കൂടെ, ചാങ്ബൈ മൗണ്ടനിലേക്കാണ് പോകുന്നതെന്ന് സ്വാങ് പറയുമ്പോൾ സ്വാങ്ങിനോട് ക്രഷുള്ള ക്രിസ് അത് കേൾക്കുകയും അവളുടെ നമുക്കും അങ്ങോട്ട് തന്നെ ട്രിപ്പ് പോയാലോ എന്ന് പറഞ്ഞ് കൊളീഗ്സുമായി ഡിസ്കസ് ചെയ്ത് അങ്ങോട്ടേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മൾ നീസിയെ കാണുമ്പോൾ നീസിയും അവളുടെ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ കുറച്ച് കൊളീഗ്സും കൂടി ഒരു ഹോട്ടലിൽ അവരുടെ കമ്പനിയുടെ ആനുവൽ പാർട്ടി സെറ്റപ്പ് ചെയ്യാനായി വന്നിരിക്കുകയാണ്. ഈ ടീം നീസിയുടെ ഒരു കൊളീഗ് വലിയൊരു ബോക്സും പൊക്കിക്കൊണ്ട് വരായിരുന്നു. അവൾക്ക് ആ ബോക്സിന്റെ വലിപ്പം കാരണം തന്നെ മുന്നിലുള്ളത് കാണാൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരാളുമായി കൂട്ടിയിടിക്കുകയും അയാളുടെ വളരെ എക്സ്പെൻസീവ് ആയ ഒരു ജാക്കറ്റ് കീറിപ്പോവുകയും ചെയ്യുന്നുണ്ട്. തന്റെ വില കൂടിയ ജാക്കറ്റ് കീറിയെന്നും പറഞ്ഞ് അയാളായിട്ട് അവിടെ കിടന്ന് ഭയങ്കരമായി ഷൗട്ട് ചെയ്യുന്നു, കോമ്പൻസേഷൻ ഡിമാൻഡ് ചെയ്യുന്നു ഒക്കെ ഉണ്ട്. ആ പെൺകുട്ടിയായിട്ട് സോറി ഒക്കെ പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും അവിടെ ഇഷ്യൂ നടക്കാണ്.
അപ്പോഴേക്കും ഇത് കണ്ട് നീസി അതിൽ ഇടപെടുന്ന ടീമാണ് ആ പ്രശ്നം ഉണ്ടാക്കിയ ആളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന നിയാൻ എന്ന പെൺകുട്ടിയെ നീസി കാണുന്നത്. അവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്തായാലും ഇത്രയും വലിയ വില കൂടിയ ജാക്കറ്റിനൊക്കെ നീ എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യുമെന്നും പറഞ്ഞ് ആ ഒരു ഇടിച്ച പെൺകുട്ടിയെ ഇവരൊക്കെ കൂടി ചേർന്ന് കളിയാക്കുമ്പോൾ നീസി അങ്ങനെ ഇപ്പോൾ കോമ്പൻസേറ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. ആദ്യം CCTV ഫുട്ടേജ് പരിശോധിക്കുക. ഇത്രയും വലിയൊരു ലോഡായിട്ട് വരുന്ന ഒരാളെ നിങ്ങളാ വന്ന് ഇടിച്ചതെന്ന് തെളിഞ്ഞാൽ ഞങ്ങൾ എന്തൊരു കോമ്പൻസേഷൻ തരണമെന്നൊക്കെ പറഞ്ഞ് നീസി സംസാരിച്ച് അവരങ്ങനെ പറഞ്ഞു വിടുന്നുണ്ട്. അതിന്റെ ഇടയിൽ സവോ എന്നൊരാൾ ഈ ഒരു പ്രശ്നം കണ്ട് ഇടപെട്ട് ഞാൻ വേണമെങ്കിൽ നിങ്ങളെ കാശ് ഒന്ന് ഹെൽപ്പ് ചെയ്യാന്നൊക്കെ നീസിയോട് സംസാരിക്കുമ്പോൾ നീസി അയാൾ ആരാ എന്താണെന്നൊന്നും അറിയാത്തോണ്ട് തന്നെ സഹായം ഒന്നും സ്വീകരിക്കുന്നില്ല. അല്ലെങ്കിലും എന്റെ ആവശ്യമില്ല. അപ്പോഴേക്കും നിയാൻ ആകട്ടെ അവളുടെ വീട്ടിലേക്ക് എത്തുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ നിയാൻ മറ്റാരുമല്ല നീസിയുടെ അച്ഛന്റെ ഇപ്പോഴത്തെ ഗേൾ ഫ്രണ്ടിന്റെ മകളാണ്. ഇങ്ങനെ നീസിയെ കണ്ട കാര്യങ്ങളൊക്കെ അവൾ അമ്മയോട് പറയുമ്പോൾ നീ അവളുടെ മുന്നിൽ താന്നൊന്നും നിൽക്കരുത്, നീ നല്ല സ്മാർട്ട് ആയിരിക്കണം, അവളെക്കാളും മിടുക്കിയായിരിക്കണം, എന്തായാലും എങ്ങനെയും അവളുടെ അച്ഛൻ നമ്മുടെ കൈപ്പിടിയിലാവണം, അതാണ് നമ്മുടെ ആവശ്യം എന്നല്ല അവരിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് നീസി ലിന്നിന്റെ കൂടെ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഇന്ന് നടന്ന സംഭവങ്ങളെ പറ്റിയൊക്കെ അവൾ പറയുന്നുണ്ട്. അവൾ കുറച്ച് അപ്സെറ്റ് ആയിരുന്നു. ലിൻ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു കൊളീഗിന്റെ പ്രശ്നത്തിൽ ഇടപെട്ട് നീ നല്ലൊരു ഡിസിഷൻ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ ഒരു കൊളീഗിനെ അതിൽ മുള്ളി ചെയ്യുന്നത് കണ്ട എങ്ങനെ നിന്നെ പോലെ ഒരു ഫ്യൂച്ചർ ബോസിന് വിട്ടിട്ട് പോരാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ എന്നെ ഫ്യൂച്ചർ ബോസ് എന്ന് എപ്പോഴും പറയണ്ട, എന്നിട്ട് എനിക്ക് എന്തെങ്കിലും പണി തരാനല്ലേന്ന് അവളും പറയുന്നുണ്ട്. എന്തായാലും ഞാൻ ഡെക്കറേറ്റ് ചെയ്തത് കാണിക്കാന്നും പറഞ്ഞ് അവൾ ഫോണിൽ അടുത്ത ദിവസം നടക്കാൻ പോകുന്ന പ്രോഗ്രാമിന്റെ ഡെക്കറേഷന്റെ ചില ഫോട്ടോസ് ഒക്കെ കാണിച്ച് അടുത്തേക്ക് വരുമ്പോഴേക്കും അവരും വളരെ അടുത്ത് വരുന്നുണ്ട്. അപ്പോഴാണ് അവൾക്ക് ഇത്രയും അടുത്താണല്ലോ എന്ന് പെട്ടെന്ന് ചിന്തിച്ച് പുറകോട്ട് മാറുന്നത്. അത് കണ്ട് അവനും ചിരിക്കുന്നു. അങ്ങനെ പിന്നീട് അവരുടെ കമ്പനിയിൽ സെലിബ്രേഷൻ നടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ആനുവൽ പാർട്ടിയിൽ വളരെ രസകരമായ പല കുഞ്ഞു കുഞ്ഞു കോമ്പറ്റീഷൻസ് ഒക്കെ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായി അവരുടെ ട്രഡീഷണൽ റൈറ്റിംഗിന്റെ ഒരു കോമ്പറ്റീഷൻ നടക്കുമ്പോൾ അതിൽ വിജയിക്കുന്നവർക്ക് 7 days ഓഫ് പെയ്ഡ് ലീവ് ആണ് ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര ശുഷ്കാന്തിയിൽ അതിൽ മത്സരിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും നീസിക്കൊന്നും അതിൽ വിജയിക്കാൻ സാധിച്ചില്ല. മറിച്ച് അവർക്ക് 100 യുവാന്റെ ഒരു കൺസലേഷൻ പ്രൈസ് മാത്രമാണ് ലഭിച്ചത്. അങ്ങനെ ഒരു പാർട്ടി കഴിഞ്ഞ് നീസിയും ഫ്രണ്ട്സും പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ലിൻ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു. നീസിയുടെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് ശരി ഞങ്ങൾക്ക് കുറച്ച് പണിയുണ്ട് നീ പൊക്കോന്നും പറഞ്ഞ് അവളെ മനഃപൂർവ്വം ലിന്നിന്റെ കൂടെ പറഞ്ഞു വിട്ട് അവരങ്ങനെ എസ്കേപ്പ് ആവുന്നു. അവർക്കും മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങളൊക്കെ. എന്തായാലും അങ്ങനെ കാറി പോകുന്ന ടീം അവളായിട്ട് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടാഞ്ഞതിന്റെ നിരാശയോടെ പറയുമ്പോൾ സാരമില്ല, നീ ഫസ്റ്റ് പ്രൈസ് കിട്ടിയെങ്കിൽ അത് മേടിക്കാനായിട്ട് സ്റ്റേജിൽ വരേണ്ടി വന്നേനെ, അപ്പോൾ എല്ലാവരും നിന്നെ നോക്കും, അതിൽ എനിക്ക് ഇത്തിരി അസൂയുണ്ട്, അതുകൊണ്ട് മനഃപൂർവ്വം ഫസ്റ്റ് പ്രൈസ് തരാഞ്ഞതാണെന്നെല്ലാം അവൻ പറയുമ്പോൾ അത് അവളെ ഒരുപാട് അതിശയിപ്പിക്കുന്നുണ്ട്. ഇവൻ ഇത്രയും പോസസീവ് ആണോ എന്ന്. അങ്ങനെ അവർ ഫുഡ് കഴിക്കാനായി ഒരു റെസ്റ്റോറന്റിലേക്ക് പോകുന്ന ടൈം അവിടെ തിരക്കായതുകൊണ്ട് തന്നെ അവർ ആ ഒരു സ്ട്രീറ്റിലൂടെ നടക്കുകയാണ്. ഫെസ്റ്റീവ് സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് അവിടുത്തെ ഡെക്കറേഷൻ ഒക്കെ കാണാനായി. ആ ടീം അവളുടെ ഹോളിഡേ പ്ലാൻസിനെ പറ്റി പറയുന്നു. അതായത് ആ ഒരു മൗണ്ടനിലേക്ക് ട്രിപ്പ് പോകുന്ന കാര്യമൊക്കെ. ഇത് കേൾക്കുന്ന ലിൻ അവൻ ബീജിംഗിലേക്ക് അമ്മയെ കാണാനായി പോവാണെന്ന് പറയുന്നുണ്ട്. അമ്മ ആക്ച്വലി സ്വിറ്റ്സർലൻഡിലാണ് ജീവിക്കുന്നത്, പക്ഷെ ചൈനയിലേക്ക് ഒരു ആവശ്യത്തിന് വരുന്നുണ്ട്. അപ്പോഴാണ് അമ്മയെ പോയി കാണുന്നത്. ഏതാണ്ട് കുറച്ച് വർഷങ്ങളായിട്ടേ ഉള്ളൂ ലിന്നിന്റെ അച്ഛൻ മരണപ്പെട്ടിട്ട്. ആദ്യമായിട്ടാണ് ലിന്നിന്റെ ഫാമിലിയെ പറ്റിയൊക്കെ നീസി ഇപ്പൊ ഇങ്ങനെ കേൾക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അത് അതിശയത്തോടുകൂടി കേൾക്കുന്നുണ്ട്. കൂടാതെ അവനാകട്ടെ സ്വിറ്റ്സർലൻഡിൽ അവന്റെ ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന കാര്യങ്ങളും പറയുന്നു. ഞാൻ എന്റെ ലൈഫിൽ വളരെ റഷ് ചെയ്ത് എപ്പോഴും എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്, പക്ഷെ ഇപ്പോഴാണ് ഞാൻ കുറച്ച് സ്ലോ ഡൗൺ ആയാൻ തുടങ്ങിയത്. അത് വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനിപ്പോൾ ഇത് എൻജോയ് ചെയ്യുന്നുണ്ടെന്നൊക്കെ അവനും പറയുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ ന്യൂ ഇയറിന്റെ ദിവസം കാണുമ്പോഴേക്കും നീസി ഗ്രാമത്തിലുള്ള അവളുടെ ഗ്രാൻഡ് പേരൻസിനെ കാണാനേ വന്നിരുന്നു. അവിടേക്ക് അവളുടെ അച്ഛനും വരുന്നുണ്ട്. പക്ഷെ അച്ഛൻ എത്തുമ്പോഴേക്കും ഇവർക്കൊക്കെ ആകെ കളിയാവുന്നുണ്ട്. കാരണം അച്ഛൻ ഈ ഫാമിലിയുടെ കൂടെ ന്യൂ ഇയർ ആഘോഷിക്കാനുള്ള ശുഷ്കാന്തിയേക്കാൾ കൂടുതൽ അച്ഛൻ്റെ ആ ഗേൾ ഫ്രണ്ടിന്റെയും അവരുടെ മകളുടെയും കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നതെന്ന് കാണുമ്പോൾ ഇവരൊക്കെ ആകെ അപ്സെറ്റ് ആവുന്നു. തന്നെ ഈ കുറ്റം പറയുന്നത് ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി അച്ഛൻ നീസിയുടെ കരിയറിനെ പറ്റിയൊക്കെ സംസാരിച്ചു തുടങ്ങുന്നുണ്ട്. നിനക്ക് ആ ഒരു കമ്പനിയിൽ നിന്ന് മാറി എന്റെ കമ്പനിയിൽ ഇന്റേൺ ആയിക്കൂടെ എന്ന് ഫുൾ ഷെയർസ് താൻ ഓൺ ചെയ്യുന്ന കമ്പനിയിലേക്ക് ഇന്റേൺ ആയി വരുന്നതിനെ പറ്റി നീസിയെ ക്ഷണിക്കുന്നുണ്ട്. 23 വയസ്സായില്ല നിനക്ക്, ഇനിയെങ്കിലും ഇങ്ങനെ തത്തിക്കളിച്ച് നിൽക്കാതെ മേജർ ലൈഫ് ഡിസിഷൻസ് എടുക്കാനായി തുടങ്ങണം. അതിനൊക്കെയുള്ള പ്രായം സമയമായി എന്നെല്ലാം അവളെ കുറ്റപ്പെടുത്തുന്ന രീതിയിലായിരുന്നു സംസാരിക്കുന്നത്. ന്യൂ ഇയർ ആയിട്ട് ഹാപ്പി ആയി ഒന്ന് മുത്തശ്ശിയുടെയും കൂടെ ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യാനായി വന്നിട്ട് അച്ഛന്റെ വായിരിക്കുന്ന ഇങ്ങനത്തെ വഴക്കൊക്കെ കേൾക്കേണ്ടി വരുന്നതിന്റെ പേരിൽ അവൾ കുറച്ച് അപ്സെറ്റ് ആവുന്നുണ്ട്. ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.